കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് പകരം വീട് നിർമ്മിക്കാൻ NOC നൽകാൻ വൈകരുത് എന്ന് എയർപോർട്ട് അതോറിറ്റിക്ക് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. മലപ്പുറം കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ MP-യും MLA-യും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. ആ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കരിപ്പൂർ വിമാനത്താവള വികസന പദ്ധതിയുടെ പേരിൽ കൊണ്ടോട്ടി നഗരസഭയിലും പള്ളിക്കൽ പഞ്ചായത്തിലും 400-ലധികം പേർക്കാണ് വീട് നിർമ്മാണത്തിന് NOC ലഭിക്കാത്തത്. ഇതിൽ വിമാനത്താവള വികസനത്തിനു വേണ്ടി സ്വന്തം കിടപ്പാടം വിട്ടുകൊടുത്തവരും ഉൾപ്പെടും. എയർപോർട്ട് അതോറിറ്റിയാണ് NOC നൽകേണ്ടത്. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നിശിത വിമർശനമാണ് ഉയർന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട് നിർമ്മാണത്തിന് NOC നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് MP E.T. മുഹമ്മദ് ബഷീർ പറഞ്ഞു. NOC കൊടുക്കാത്തതിന്റെ കാരണം പോലും ഇതുവരെ അതോറിറ്റി പറഞ്ഞിട്ടില്ല. അല്ല, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള നിലപാട്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും പറയുന്നില്ല. ഞങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇവർ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് ബോധ്യമായി. കാര്യം പലർക്കും NOC കിട്ടാത്തതിന്റെ ഫലമായി വീട് വെക്കാൻ നിവൃത്തിയില്ല. ഒന്ന്. രണ്ടാമത് ഗവൺമെന്റിന്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അതിന്റെ ഉള്ളിൽ നിന്നല്ല, ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. എയർപോർട്ടിന്റെ കിഴക്ക് ഭാഗത്തുള്ള റോഡ് റസ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം വരെ നിലനിർത്തണം. റസ നിർമ്മാണം പൂർത്തിയായാൽ പകരം അവിടെ 10 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുകയും വേണം. നിലവിലെ ക്രോസ് റോഡ് നഷ്ടപ്പെടുമ്പോൾ അതിന് പാരലായിട്ട് പകരം ക്രോസ് റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ 3,80,000 രൂപ അതിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ 10 മീറ്റർ വീതിയുള്ള ഒരു റോഡ് ഇപ്പം നിലവിൽ നഷ്ടപ്പെടുന്ന ക്രോസ് റോഡിന് പകരമായി വേറെ നിർമ്മിച്ചു നൽകും. അതിന്റെ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇന്ന് PWD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അവരതിന്റെ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേസ്റ്റ് വാട്ടർ ഇവിടെ MP പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. വിമാനത്താവളത്തിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതടക്കമുള്ള പല പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. വിമാനത്താവള വികസനത്തിനായി 72.85 കോടി രൂപ ചെലവഴിച്ച് പള്ളിക്കൽ വില്ലേജിൽ 5.56 ഏക്കറും നെടിയിരുപ്പ് വില്ലേജിൽ 6.9 ഏക്കറും കണക്കാക്കി 12.48 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്തു നൽകിയത്. ന്യൂസ് 18 മലപ്പുറം.